നിയുക്ത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നു. ആദ്യം ഈ തീരുമാനത്തിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ ആദ്യം തന്നെ പറഞ്ഞത് എന്നെ വിവാഹത്തിലേക്കൊന്നും വലിച്ചെടുക്കരുതെന്ന്. എന്തുകൊണ്ടങ്ങനെ? അല്ല, വേണ്ട. ഞാൻ ഇതുവരെ എന്നെ ഒരുപാട് വിവാദങ്ങളിൽ മാധ്യമങ്ങൾ വലിച്ചഴിച്ചിട്ടുണ്ട്, വ്യക്തികൾ വലിച്ചഴിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും സത്യമായിരുന്നില്ലല്ലോ. സത്യമാണെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുമോ? 23ാമത്തെ വർഷം വീണ്ടും 5ാം തവണ ഒരു നിയോജകമണ്ഡലത്തിൽ നിന്ന് ഞാൻ ജനങ്ങളെ വിശ്വാസം നേടി വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, എന്നെക്കുറിച്ച് പറഞ്ഞതൊന്നും അസത്യമല്ല, അസത്യങ്ങളായിരുന്നു. ഇനി അത് പറയാതിരിക്കുക എന്നുള്ളതാണ്. നീ കുറച്ച് വയസ്സായില്ലേ, ഈ പയ്യനൊന്നും അല്ലല്ലോ. ഞാനൊരു പാർട്ടിയുടെ ചെയർമാനൊക്കെയാണ്. എനിക്ക് അതിൻ്റെതായ ഒരു ഇതിൽ എന്നെ വിടുക. കാരണം വെച്ചാൽ അതുകൊണ്ട് ഞാൻ പറയില്ലേ, ഈ കരിങ്കുരങ്ങൻ്റെ ഒരു പരസ്യം വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ വനം വകുപ്പിൻ്റെ ഒരു പോസ്റ്റ് അതിൽ പറയുന്നുണ്ട്, എന്നിൽ ഔഷധ മൂല്യമില്ല എന്ന് പറഞ്ഞാൽ എന്നെ കൊന്ന് കരിങ്കുരങ്ങൻ്റെ സഹായം ഉണ്ടാക്കരുത് എന്നാണ് എൻ്റെ അർത്ഥം. ഒരു മുൾക്കിരീടം തലയിൽ വെച്ച് തന്നിരിക്കുകയാണോ? കാരണം കഴിഞ്ഞ മന്ത്രി പറഞ്ഞത് ഒരു വേദിയിലൊക്കെ പരസ്യമായി തന്നെ പറഞ്ഞ കാര്യം, ഈ വകുപ്പ് ആരെങ്കിലും ഒന്ന് ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ചതാണ്. അപ്പോൾ അത്തരമൊരു മുൾക്കിരീടമൊന്നുമില്ല ജീവിതത്തിൽ. ഞാൻ മനസ്സിലായി. ഞാൻ എപ്പോഴും കുട്ടികളോട് പ്രസംഗിക്കുമ്പോഴെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, ചലഞ്ചുകൾ ഏറ്റെടുക്കാൻ കഴിയണം. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതാണ്, ചലഞ്ചുകൾ ഏറ്റെടുക്കും. ഞാനൊരു ദൈവവിശ്വാസിയാണ്. അപ്പോൾ ഏത് ചലഞ്ചിനെ നമ്മൾ ഏറ്റെടുക്കണം. വിജയിക്കോ പരാജയപ്പെടുമോ എന്നുള്ള പിന്നെയാണ്. കേരള നിയമസഭയിൽ പണ്ടൊരാൾ പറഞ്ഞിട്ടുണ്ട്, 6 മാസത്തിനുള്ളിൽ ഇത് ഞാൻ ലാഭത്തിലാക്കുമെന്ന്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചിരിക്കുകയായിരുന്നു. അതൊന്നും നടക്കില്ല. ലാഭത്തിലാക്കലും നടക്കത്തില്ല. ഒന്ന് റെഗുലറൈസ് ചെയ്ത് പോകാൻ കഴിഞ്ഞാൽ ഭാഗ്യം എന്നുള്ളതേ ഉള്ളൂ. ഈ 2001 സാഹചര്യമല്ല KSRTC. ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു സഹായമില്ലാതെ ഒരു മാസം പോലും ശമ്പളമോ പെൻഷനോ കൊടുക്കാൻ കഴിയാത്ത സർക്കാരാണ്. കഴിഞ്ഞ 1.5 വർഷമായി ഇടതുപക്ഷമുള്ള സർക്കാരാണ് ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നത്. ഈ പ്രസ്ഥാനത്തെ തൊഴിലാളികളോടും ഈ KSRTCയോടും നാട്ടിലെ ജനങ്ങളോടുമുള്ള പ്രതിബദ്ധത കൊണ്ടാണ് ഗവൺമെൻറ് അത് ചെയ്യുന്നത്. പക്ഷേ അതിനൊരു കുറവുണ്ടാവണം. എന്നും ഗവൺമെൻറ് കൊടുത്ത് ഫീഡ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. അപ്പോൾ പ്രധാനപ്പെട്ട കോടതിയുടെ ഇടപെടലുകളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ഓർഡർ ഉണ്ടാവണം. പെൻഷൻ പറ്റിയവർക്കൊന്നും അവർ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടില്ല, പെൻഷൻ തന്നെ കിട്ടുന്നില്ല എന്നുള്ള പരാതി. ഇതെല്ലാം ഘട്ടം ഘട്ടമായി, ഒരു ദിവസം രാവിലെ ഒന്നും ഘട്ടം ഘട്ടമായി റെഗുലറൈസ് ചെയ്യാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വന്തമായിട്ട് ശമ്പളമെങ്കിലും കൊടുക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കണ്ടേ? അതാണോ ഇപ്പോൾ ടാർഗറ്റ്? നോക്കാം എന്താണെന്നുള്ള കാര്യം. മന്ത്രി ആയതിനു ശേഷം, വകുപ്പ് തന്നതിന് ശേഷം ഉദ്യോഗസ്ഥന്മാരോടും അവരുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന കണക്കുകളും എല്ലാം വെച്ചേ ചെയ്യാൻ പറ്റും. ബേസിക്കായിട്ട് വേണ്ടത് ഒരു സാമ്പത്തിക അച്ചടക്കവും, നമ്മൾ ആധുനികമായ കമ്പ്യൂട്ടർ ടെക്നോളജിയുടെ എല്ലാ അഡ്വാൻറ്റേജും എടുക്കണം. അതെടുക്കണം. അതിന് വിദഗ്ധരായ ആൾക്കാരെ ഉപദേശം തേടും. ആര് പറഞ്ഞാലും ഉപദേശം കിട്ടുന്ന നല്ല ഉപദേശങ്ങൾ സ്വീകരിക്കും. ഇത് KSRTC വിഷയം. ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ അടുത്താൽ ഈ റോബിൻ ബസിൻ്റെ പോലത്തെ പ്രശ്നങ്ങളുണ്ട്. അതായത് അത് നിയമപരമാണോ? എന്താണ് മനസ്സിലാക്കുന്നത് അങ്ങ് ഈ വിഷയം? ഈ മേഖലയിൽ അതിൽ തീരുമാനമെടുക്കേണ്ട ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു നിയമമുണ്ടെങ്കിൽ അദ്ദേഹം അത് ഹൈക്കോടതിയെ സമീപിച്ച് അത് നിയമപരമാണെന്ന് ഹൈക്കോടതി പറഞ്ഞാൽ പിന്നെ ആർക്ക് എതിർക്കാൻ പറ്റും? ഈ പൊതുജനത്തെ സംബന്ധിച്ച് ഒരു വ്യക്തി മന്ത്രിയാവുന്ന പോലെയല്ല, അങ്ങ് ഒരു ഫിലിം സ്റ്റാറാണ്. അപ്പോൾ അതിൻ്റെതായുള്ളൊരു ജനങ്ങൾക്കൊരു കൗതുകവും ആകാംക്ഷയെല്ലാം ഉണ്ട്. എനിക്ക് വളരെ രാഷ്ട്രീയത്തിന് അതീതമായി ഞാനൊരു മന്ത്രിയാവുന്നതിൽ ജനങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നതിൽ. പക്ഷേ സിനിമാക്കാരുടെ ഒരു മുഖം സിനിമാ മേഖലയ്ക്ക് വലിയ പ്രതീക്ഷയായിരിക്കും അല്ലേ? അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്നെ സ്നേഹിക്കുന്നവർക്ക് സിനിമയിലെന്നല്ല എല്ലായിടത്തും സന്തോഷം. നവകേരള സദസ്സ് അത് കഴിഞ്ഞതിന് പിന്നാലെയാണ് ഈ മന്ത്രിസഭ പുനഃസംഘടന. ഒരു പുതിയ ഊർജ്ജം, പുതിയ ഫേസ് എങ്ങനെ കാണുന്നു ഈ 2.5 വർഷക്കാലം? പരസ്യം നെഗറ്റീവായിരുന്നെങ്കിലും, വാർത്ത നെഗറ്റീവായിരുന്നെങ്കിലും, കുഞ്ഞുങ്ങൾ പോലും നവകേരള സദസ്സിനെ പറ്റി അവെയറായി എന്നുള്ളൊരു വലിയ അഡ്വാൻറ്റേജ് ഇതിലുണ്ടായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും പുതിയ മന്ത്രിക്ക് എല്ലാവിധ ആശംസകളും.